നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. അമ്മേ, ദേവി ശക്തി സ്വരൂപിണി, ദേവിക്ക് സമർപ്പിക്കേണ്ടത് ദേവി ഇച്ഛിച്ച സ്ഥലത്ത് തന്നെയാ ഞാൻ അർപ്പിച്ചത്. അമ്മേ മഹാമായേ, മോളെ, ആ പെണ്ണിന്റെ മുന്നിൽ തോറ്റു കൊടുക്കാൻ എനിക്ക് പറ്റില്ല. ഞാൻ എന്തെങ്കിലും പറയുന്നതിന് മുമ്പ് മോൾ അവളുടെ വെല്ലുവിളി ഏറ്റെടുത്തു. അത് വേണ്ടായിരുന്നു. എന്റെ മാത്രമല്ല, എന്റെ അച്ഛന്റെ ഈ മാനത്തിന് വില പറയുമ്പോ ഞാൻ എങ്ങനെ കേട്ടു നിൽക്കും? മാണിക്യമംഗലത്തുകാർ മംഗലശ്ശേരിക്കാരുടെ ഭിക്ഷ സ്വീകരിച്ചവരെന്നാ അവള് പറഞ്ഞത് സത്യ. എന്റെ അച്ഛൻ ഗംഗാധര പണിക്കരുടെ സഹായം തേടി ചെന്നിരുന്നു. പക്ഷേ ആ സഹായം അച്ഛൻ 3 കൊല്ലത്തിനുള്ളിൽ മടക്കി കൊടുത്തു. എങ്കിലും പറഞ്ഞു നടക്കാൻ അതായില്ലേ? അച്ഛൻ ബിസിനസ് നടത്തി വീണ്ടും കുത്തുപാളയെടുത്തു. അവള് പറഞ്ഞതുപോലെ ആ സമയത്ത് കവിതയുടെ വിവാഹാലോചനയുമായി ഗംഗാധര പണിക്കർ വന്നത്. അവിടെയും രക്ഷപ്പെടാനായി അച്ഛൻ കൈനീട്ടുക തന്നെയായിരുന്നു. അവൾ അതൊക്കെ എണ്ണം തെറ്റാതെ എന്റെ മുഖത്ത് നോക്കി വിളിച്ചു പറയുമ്പോ എനിക്ക് എങ്ങനെ കേട്ടു നിൽക്കാനാവും നമ്പീശ? അല്ല, മോളുടെ വികാരം ഞാൻ മനസ്സിലാക്കുന്നുണ്ട്. പക്ഷേ 1 രൂപയ്ക്കാണ് തറവാട് വാങ്ങിയതെങ്കിൽ പോലും അതിനൊരു ന്യായീകരണമുണ്ട്. അതെ നമ്പീശ, ഞങ്ങൾക്ക് ദാനം തരാൻ വേണ്ടി മുകുന്ദൻ ലേലത്തിന് വെച്ച തറവാട് വാങ്ങി പുരാവസ്തു പോലെ ഇട്ടതാ. ആ മണ്ണ് കാട് പിടിച്ച് കിടന്നിട്ടും വീടിന്റെ മേൽക്കൂര തകർന്നു വീഴാറായിട്ടും ഒരു പണിക്കാരനെ പോലും അത് നോക്കാൻ മുകുന്ദൻ ഏൽപ്പിച്ചില്ല. മകനും അത് തന്നെ ചെയ്തു. മാണിക്യമംഗലത്തെ അവകാശിയാണെന്ന് ബോധ്യമായാൽ എഴുതിക്കളയാൻ തയ്യാറായ മട്ടില സഞ്ജു അഡ്വക്കേറ്റ് ശർമാജിയോട് സംസാരിച്ചത്. എന്ത് വിലയാ നമ്പീശ മംഗലശ്ശേരിക്കാർ ഇപ്പോഴും മാണിക്യമംഗലത്തുകാർക്ക് നൽകുന്നത്? മംഗലശ്ശേരിക്കാരുടെ സകല സ്ഥാപന ജംഗമ വസ്തുക്കളും 4 ഇരട്ടി വിലയ്ക്ക് വാങ്ങാനുള്ള ശേഷി എനിക്കില്ലേ? ഈ ഭിക്ഷ ദക്ഷ സ്വീകരിക്കേണ്ടതാണോ? അപമാനം കൊണ്ട് എന്റെ ശിരസ് കുനിഞ്ഞുപോയി. അത് സത്യ മോളെ. പക്ഷേ ആധാരം കഴിഞ്ഞു പോയില്ലേ? അതിനു മുമ്പ് ചിന്തിക്കാനും കഴിഞ്ഞില്ല. എങ്ങനെയും എന്റെ അച്ഛനും ഏട്ടനും ഉറങ്ങുന്ന ആ മണ്ണ് സ്വന്തമാക്കുക മാത്രമായിരുന്നു എന്റെ മനസ്സില്. ഞങ്ങളുടെ കുടുംബദേവത ആ വീട്ടിലാ ഉള്ളത്. അന്നേരം ഈ ചിന്തകളൊന്നും എന്റെ മനസ്സിലുണ്ടായില്ല. അതിന്റെ മതിപ്പ് വില സഞ്ജുവിനെ കൊണ്ട് വാങ്ങിപ്പിക്കണം. അങ്ങനെ ഒരു അവസ്ഥയിൽ മംഗലശ്ശേരിക്കാരെ എത്തിക്കണം. എല്ലാം നഷ്ടപ്പെട്ട് നിൽക്കുന്ന അവസരത്തിൽ അവനത് 2 കൈ നീട്ടി വാങ്ങുക തന്നെ ചെയ്യും. അവിടെയാ മോളെ ചരിത്രം ആവർത്തിക്കേണ്ടത്. നമ്പീശന്റെ ഈ ഉപദേശം ഞാൻ മനസ്സിൽ വെക്കുക തന്നെ ചെയ്യും. ആ പെണ്ണിനെ തീർത്തു കളഞ്ഞാലേ നമ്മുടെ മുന്നിലെ പകുതി പ്രശ്നം തീർന്നു കിട്ടും. ഇപ്പോ ദക്ഷ ആരാണെന്ന് അറിയുന്നത് അവള് മാത്രമാണ്. പിന്നെ അവളുടെ വാലായി നടക്കുന്ന ദിനേശനും. നമ്പീശൻ പല കുറി പറഞ്ഞിട്ടും ഞാൻ അതിന് തുനിയാത്തത് അവള് സഞ്ജു താലി കെട്ടിയ പെണ്ണായതുകൊണ്ടാ. മരുമകളാ അടുക്കളക്കാരിയായി കഴിയുന്നെന്ന് ആ വീട്ടിൽ അറിയേണ്ടവർ മാത്രം അറിയുന്നില്ല. മംഗലശ്ശേരിക്കാരെ ഒന്നാകെ തകർത്ത് കളയാനുള്ള പ്രഹരശേഷിയുണ്ട് ആ അറിവിന്. അവളെ ബാക്കി വെച്ചിരിക്കുന്നത് അതുകൊണ്ടാ. നമ്മുടെ വഴിക്ക് ഇനിയും പ്രതിബന്ധമായി വരാനാ അവളുടെ ഭാവമെങ്കിൽ പിന്നെ ദക്ഷയ്ക്ക് രണ്ടാമതൊന്നും ചിന്തിക്കേണ്ടി വരില്ല. എത്ര ദൂരം വരെ ആ പെണ്ണ് പോകുമെന്ന് നോക്കാം. അതുവരെ അവളുടെ കാര്യത്തിൽ ഞാൻ അല്പം ക്ഷമിക്കുക തന്നെ ചെയ്യും.
മല്ലികാന്റെ മുംബൈക്ക് തിരിച്ചു പോയതോടെ ഞാൻ ഇവിടെ ഒറ്റയ്ക്കായതുപോലായി. മല്ലിക എവിടെ ഉണ്ടെങ്കിലും നീ വീട്ടിൽ കാണില്ലല്ലോ. ഫ്രണ്ട്സിന്റെ കൂടെ കറക്കുമല്ലേ. നമ്പീഷ്, ഞങ്ങൾ എവിടേക്കാ പോയത്? നിങ്ങൾ ഒരുമിച്ചല്ലേ പോയത്? നമ്പിച്ചും ബാങ്കിലേക്കാ പോയത്. ഉടനെ വരും. മമ്മി ക്ഷേത്രത്തിലാ പോയതെങ്കിൽ എന്നോട് പറയാത്തത് എന്താ? ഞാനും കൂടെ വരില്ലേ? എന്റെ ദൈവമേ, ഞാൻ എന്തായി കേട്ടത്? ദക്ഷയുടെ മോളാണോ സഞ്ജന? ഞാൻ നിന്നോട് പറഞ്ഞില്ലേ, നമ്മുടെ തറവാട് നമ്മുടെ കൈകളിൽ തിരിച്ചെത്തി. മമ്മിക്ക് ഒരുപാട് പ്രാർത്ഥനകൾ ഉണ്ടായിരുന്നു. ദേവിയോടല്ലേ മോളെ ആദ്യം നന്ദി പറയേണ്ടത്. മമ്മി അതുകൊണ്ട് തിടുക്കത്തിൽ പോയത്. അല്ലെങ്കിലും ഇനി ഞാൻ മമ്മിക്കൊപ്പം പുറത്തു വരാതിരിക്കുന്നതാ നല്ലത്. അതെന്താ മോളെ അങ്ങനെ പറയാൻ? മാണിക്യമംഗലം മമ്മി തിരിച്ചു വാങ്ങിയ സ്ഥിതിക്ക് മംഗലശ്ശേരിക്കാര് ഞാൻ മമ്മിയുടെ മോളെന്നറിയില്ലേ? അതൊക്കെ കൊണ്ട് ഇത്രയും കാലം വരെ നീ എന്റെ മകളാണെന്ന കാര്യം പുറത്തു വിടാതിരുന്നത്. അതിലും വലിയ ഷോക്കാ മംഗലശ്ശേരിക്കാർക്ക് ഇനി വരാൻ പോകുന്നത്. മംഗലശ്ശേരി ഗ്രൂപ്പ്സിന്റെ 25% ഷെയറും ദക്ഷയുടെ കയ്യിലല്ലേ? ആഗ്നേയ എന്ന ഗ്രൂപ്പിനെ കുറിച്ചും അതിന്റെ MD ചന്ദ്രവർമ്മയാണെന്നും മാത്രമല്ലേ സഞ്ജുവിന് പോലും അറിയാവൂ. സഞ്ജു ഇതൊക്കെ അറിയുന്ന നിമിഷം ഞാനിപ്പോ ഓർക്കുന്നത്, അറിയിച്ച് കൊടുക്കണം മമ്മി എനിക്ക്. ഇപ്പൊ എന്റെ ദേഷ്യം മുഴുവനും സ്വാതിയോടാ. അവള് ആ വലിഞ്ഞു കയറി വന്നവളെ അടുത്ത് പിടിച്ചിരുത്തി എന്നെ ഇൻസൾട്ട് ചെയ്താ വിട്ടത്. അവളോട് എനിക്ക് പകരം ചോദിക്കണം മമ്മി. വലിഞ്ഞു കയറി വന്നവളെന്ന് മോള് പറഞ്ഞത് ആ അമ്മുനെയാണോ? അവളല്ലാതെ പിന്നെ ആരാ? സ്വാതിയല്ല മോളെ, അവളെയാ നീ സൂക്ഷിക്കേണ്ടത്. നിന്റെ ശരിക്കുള്ള പ്രതിയോഗി അവളാ. ഛേ, അങ്കിൾ എന്തൊക്കെയാ പറയുന്നേ? ഒരു വീട്ടു സെർവന്റ് എനിക്കെങ്ങനെ പ്രതിയോഗിയാകും? ഞാൻ തറപ്പിച്ച് നോക്കിയാ അവള് കരയും. എനിക്കിനി കാത്തിരിക്കാനൊന്നും വയ്യ. മമ്മി നേരിട്ടിറങ്ങി എന്റെ സഞ്ജുവിന്റെ വിവാഹം നടത്തി തരണം. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.